ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ഈ സിംഗിൾ നമ്പർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു അറേ തന്നിട്ടുണ്ട്. അതിനകത്ത് എല്ലാ നമ്പേഴ്സും രണ്ട് തവണ വരുന്നുണ്ട്. പക്ഷെ ഏതോ ഒരു നമ്പർ ഒറ്റ തവണ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. സോ ഇവിടെ സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട് ഒരു കണ്ടീഷൻ. നമ്മളിത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ലീനിയർ കോംപ്ലക്സിറ്റി ടൈമിലും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് എക്സ്ട്രാ സ്പേസും യൂസ് ചെയ്തിട്ട് മാത്രമേ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മുടെ ഔട്ട്പുട്ടിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O ഓഫ് n ടൈമും അതുപോലെ തന്നെ O ഓഫ് 1 സ്പേസ് കോംപ്ലക്സിറ്റിയും ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ലൂപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു സ്പേസോ യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത് ലീനിയർ കോംപ്ലക്സിറ്റി സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ബിഗ് ബേസ് ഓപ്പറേറ്റർ ഉണ്ട്. അതാണ് സോർ എന്ന് പറയുന്നത്. ഓക്കെ. സോറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. സോ സോറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ സോർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. ഇനി സീറോനെയും അതുപോലെ തന്നെ ഒരു ഡിഫറെന്റ് നമ്പറിനെയും തമ്മിൽ സോർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരുന്നത് ആ ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ. സോ ഇതാണ് ഈ ഒരു സോർ ഓപ്പറേറ്ററിന്റെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. സോ ഇവിടെ 4 സോർ 1 സോർ 2 സോർ 1 സോർ 2 എന്ന് വരും. ഓക്കെ. സോ ഇവിടെ നോക്കൂ, ഇവിടെ ഈ 1 സോർ അതായത് 1 എന്ന് പറയുന്ന സെയിം നമ്പേഴ്സ് ആണ് നമ്മളിവിടെ സോർ ചെയ്യുന്നത്. അപ്പൊ ഇതും തമ്മിൽ 0 ആയി പോകും. ഓക്കെ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇനി 2ഉം അതുപോലെ തന്നെ 2നെയും തമ്മിൽ സോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും 0 ആയി പോകും. സോ ഫൈനലി നമുക്ക് 4 സോർ 0 എന്ന് വരും. അതായത് 4 ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ. സോ ഇതിനെ നമ്മൾ എങ്ങനെ ഇനി കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാം? സോ ഞാൻ ചെയ്യേണ്ടത് എന്താ, എനിക്കൊരു ലൂപ്പ് വേണം. ഞാൻ ആരെയും ഹൈഡ്രേറ്റ് ചെയ്യണം. ഫോർ ഐ എന്ന് പറയുന്നത് 0യിൽ നിന്ന് ഞാൻ n വരെ ഞാൻ ഹൈഡ്രേറ്റ് ചെയ്യും ആണല്ലോ. സോ ഇതിനു മുമ്പ് ഞാനൊരു റിസൾട്ടൻ വേരിയബിൾ ഞാൻ ഇനീഷ്യലൈസ് ചെയ്യും, അതിനെ 0 ആക്കിയിട്ട്. ഓക്കെ. എന്നിട്ട് ഞാൻ ഈ ലൂപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിസൾട്ടന്റ് സോർ അറേ ഓഫ് ഐ. ഓക്കെ. അതായത് ഞാൻ എല്ലാ നമ്പേഴ്സിനെയും ഞാൻ ഈ റിസൾട്ടന്റുമായിട്ട് സോർ ചെയ്യും. എന്നിട്ട് അതിന്റെ അവസാനം ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു റിസൾട്ടന്റിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 2 2 1 ആണ്. ഓക്കെ. സോ എന്റെ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. എന്റെ കറന്റിലെ റിസൾട്ടന്റ് വാല്യൂ എന്താണ്? 0 ആണ്. സോ ഞാൻ ആ റിസൾട്ടന്റുമായിട്ട് ഞാൻ എന്ത് ചെയ്യും? 2നെ സോർ ചെയ്യും. അപ്പൊ എന്റെ പുതിയ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താ? 2 ആണ്. ഇനി ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ വരുന്നത് ആരാ? 2 അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു 2 ആയിട്ട് 2നെ വീണ്ടും ഞാൻ എന്ത് ചെയ്യും? 2 ആയിട്ട് സോർ ചെയ്യും. അപ്പൊ എന്റെ പുതിയ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ആരാ? 0. ഇനി ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ ഇവിടെ വരുന്ന ആരാ? 1 അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ ഈ റിസൾട്ടന്റുമായിട്ട് ഞാൻ ഈ 1നെ സോർ ചെയ്യും. സോ അതിന്റെ ഫൈനൽ റിസൾട്ടന്റ് വരുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ലീനിയർ കോംപ്ലക്സിറ്റിയിൽ സോൾവ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള DSA ഓർ പ്രോബ്ലം സോൾവിംഗ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.